എസ് രാജേന്ദ്രൻ NDAയിലേക്ക് വന്നു, ഒരു BJPയുടെ അംഗമാവുകയാണ്. നിർണായകമായ എന്തെങ്കിലും സ്ഥാനം കൊടുക്കുമോ രാജേന്ദ്രൻ? BJP എന്നും അങ്ങനെ വരുന്നവരെ വളരെ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണല്ലോ. അവർക്കൊക്കെ വേണ്ട രീതിയിലുള്ള പരിഗണനയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും അത് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. പക്ഷേ ഇതിൽ കൃത്യമായൊരു തീരുമാനം, അതായത് ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം പറയേണ്ടത് BJP തന്നെയാണ്. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ദേവികുളത്ത് NDA സ്ഥാനാർത്ഥിയാകും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം സത്യമാണ്, അല്ലെങ്കിൽ അത് ഒരു ഔദ്യോഗികമായിട്ട് BJPയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതല്ല. ഒരു പക്ഷേ BJPയിലേക്ക് പോകുന്ന രാജേന്ദ്രൻ അവിടെ നിന്ന് മത്സരിച്ചേക്കാമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു 3 വർഷം BJP കാത്തിരുന്നത്, രാജേന്ദ്രനെ കാത്തിരുന്നത് 3 വർഷമാണ്. 3 വർഷത്തെ എന്താ പറയുക, തന്ത്രങ്ങൾ മെനയുന്നതിലൂടെയാണ് രാജേന്ദ്രൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടിപ്പോന്നിട്ടുള്ളത്. ചാടിപ്പോന്നു എന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് സഹിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു, വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അതും ഒരു കുറ്റബോധമുണ്ട്, എൻ്റെ പാർട്ടിയിൽ നിന്ന് ഞാൻ പോരുകയാണല്ലോ, അവർക്ക് എന്നെ മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും ഞാൻ ഇറങ്ങുകയാണല്ലോ എന്നുള്ള കുറ്റബോധമുണ്ട് എന്ന് കൂടി രാജേന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷേ BJP വലിയ രീതിയിലുള്ള പ്രതീക്ഷ അദ്ദേഹത്തിലും വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന് BJPയിലും വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഈ വരുന്ന ഫെബ്രുവരി 8-ന് അവിടെ മൂന്നാറിൽ ഒരു പൊതുയോഗം നടക്കുന്നുണ്ട്. ഈ പൊതുയോഗത്തിൽ വെച്ച് ഏതാണ്ട് 100ഓളം പേർ BJP അംഗത്വം സ്വീകരിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ ഞാൻ ആരെയും കൊണ്ടുവരുന്നില്ല എന്ന് രാജേന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും 100ഓളം പേർ BJPയിലേക്ക് ചേരാൻ കാത്തു നിൽക്കുന്നു, അതും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഓളം അവിടെ എസ് രാജേന്ദ്രൻ ഇതിനകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ രാജേന്ദ്രനൊപ്പം തന്നെ ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റും ദേവികുളം ബ്ലോക്ക് പ്രസിഡന്റുമായിട്ടുള്ള CPI നേതാവ് ഗുരുനാഥൻ, അദ്ദേഹവും KPMS യുവജന വിഭാഗം സംസ്ഥാന അധ്യക്ഷനും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സന്തോഷ് എന്നിവരും BJPയിലേക്ക് ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്.